നമസ്കാരം. കോതമംഗലത്ത് TTI വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ മുഖ്യപ്രതി റമീസിന്റെ മാതാപിതാക്കളെയും പോലീസ് പ്രതി ചേർത്തുവെങ്കിലും ഇനിയും നിർബന്ധിത മതപരിവർത്തന വകുപ്പുകൾ ചുമത്താത്തത് വിവാദത്തിൽ. ആത്മഹത്യക്കുറിപ്പിലടക്കം നിർബന്ധിത മതപരിവർത്തനത്തിന് തെളിവുണ്ട്. ഈ സാഹചര്യത്തിലും ഈ വകുപ്പുകൾ ചുമത്തുന്നില്ല. ഇതിനു പിന്നിൽ ലവ് ജിഹാദ് ചർച്ചയാകാതിരിക്കാനാണെന്നാണ് വിലയിരുത്തൽ. ആലുവ പാനായിക്കുളം തോപ്പിൽപ്പറമ്പിൽ റഹീമിനെയും ഭാര്യ ഷിർണിയും ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയാണ് പ്രതികളാക്കിയിട്ടുള്ളത്. അറസ്റ്റിലാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഇരുവരും ഒളിവിൽ പോയിരിക്കുകയാണ്. ഇവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. തൽക്കാലം മതപരിവർത്തന ശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ഈ കേസിൽ പോലീസ് ചേർക്കില്ല. അതേസമയം പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള സുഹൃത്തിനെ പ്രതിയാക്കിയിട്ടില്ല. റമീസിനെ ചോദ്യം ചെയ്ത ശേഷമാകും ഇയാളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. റിമാൻഡിൽ കഴിയുന്ന റമീസിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. അതിനിടെ NIA അന്വേഷണം എന്ന ആവശ്യത്തിലും സർക്കാർ അനുകൂലമായി പ്രതികരിക്കുന്നില്ല. കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനായി കുടുംബം കോടതിയെ സമീപിച്ചേക്കും. തന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിൽ റമീസിനൊപ്പം മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കും പങ്കുണ്ടെന്നും യുവതി ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. മതം മാറാൻ സമ്മതിച്ചിട്ടും മാതാപിതാക്കളടക്കം ക്രൂരതയോടാണ് തന്നോട് പെരുമാറിയതെന്നും കത്തിലുണ്ട്. റമീസ് യുവതിയെ വീട്ടിലെത്തിച്ച് മർദ്ദിച്ചപ്പോൾ മാതാപിതാക്കളും സുഹൃത്തുക്കളും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അവർ തടഞ്ഞില്ല എന്ന് യുവതി തന്റെ പെൺസുഹൃത്തിനോട് വെളിപ്പെടുത്തിയിരുന്നു. ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് പുറമെ യുവതി മതം മാറണമെന്ന് റമീസും വീട്ടുകാരും ശഠിച്ചതിന് പിന്നിലുള്ള കാര്യങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട്. വിഷയത്തിൽ NIA അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് അന്വേഷണത്തിന്റെ പരിധി അന്വേഷണ സംഘം വിപുലമാക്കിയത്. മതമാറ്റ ആരോപണം കൂടുതൽ ശക്തമായ സാഹചര്യത്തിൽ റമീസിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾക്ക് അന്വേഷക സംഘത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. റമീസിന്റെ ഫോൺ ഉടൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. സംഭവം NIA അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തയച്ചിരുന്നു. തന്റെ മകളുടേത് നിർബന്ധിത മതപരിവർത്തന ശ്രമത്തെ തുടർന്നുണ്ടായ ആത്മഹത്യയെന്നാണ് അമ്മ കത്തിൽ ആരോപിക്കുന്നത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് TTI വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സംഭവത്തിൽ സുഹൃത്തും മുൻ സഹപാഠിയുമായ പറവൂർ പാനായിക്കുളം സ്വദേശി റമീസ് അറസ്റ്റിലാവുകയും ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ, തടഞ്ഞുവെക്കൽ, ആത്മഹത്യ പ്രേരണ എന്നീ കുറ്റങ്ങളാണ് റമീസിനെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്നാൽ ദുർബല വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളതെന്നാണ് കത്തിൽ അമ്മ പറയുന്നത്. വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണം, മതം മാറിയ ശേഷം പ്രതിയുടെ കുടുംബ വീട്ടിൽ താമസിക്കണം തുടങ്ങിയ വ്യവസ്ഥകൾ മകളുടെ മേൽ നിർബന്ധിതമായി അടിച്ചേൽപ്പിച്ചെന്ന് കത്തിൽ പറയുന്നു. മതം മാറാനായി റമീസിന്റെ പാനായിക്കുളത്തെ വീട്ടിലെ മുറിയിൽ പൂട്ടിയിടുകയും പ്രതിയും കുടുംബക്കാരും മറ്റു പലരും ചേർന്ന് നിർബന്ധിക്കുകയും മാനസികവും ശാരീരികമായി പീഡിപ്പിച്ചെന്നും ആത്മഹത്യക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നു. യുവതിയെ മർദ്ദിച്ചതിന് തെളിവായി വാട്സപ്പ് ചാറ്റുകളും പോലീസ് കണ്ടെടുത്തിരുന്നു. താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ ചെയ്തോളാനായിരുന്നു റമീസിന്റെ മറുപടി. കോളേജിൽ സഹപാഠികളായിരുന്ന യുവതിയും റമീസും വിവാഹം കഴിക്കുന്നത് സംബന്ധിച്ച് വീടുകളിൽ ആലോചന നടന്നിരുന്നു. മതം മാറിയാൽ മാത്രമേ വിവാഹം നടക്കൂ എന്ന് റമീസിന്റെ വീട്ടുകാർ അറിയിച്ചിരുന്നു എന്നും ഇതിന് തങ്ങൾ സമ്മതിച്ചെന്നുമാണ് യുവതിയുടെ സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ അസന്മാർഗിക പ്രവർത്തിക്ക് റമീസിനെ എറണാകുളത്തെ ഒരു ലോഡ്ജിൽ നിന്ന് പിടികൂടിയതിനു ശേഷം മതം മാറാൻ തയ്യാറല്ലെന്ന് സഹോദരി അറിയിച്ചിരുന്നുവെന്നും യുവതിയുടെ സഹോദരൻ പറഞ്ഞു. അതിനുശേഷമാണ് പീഡനം പുതിയ തലത്തിലെത്തിയത്. പെൺകുട്ടിയുടെയും റമീസിൻ്റെയും ഗൂഗിൾ അക്കൗണ്ടുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നു. റമീസ് ഇടപ്പള്ളി സെക്സ് വർക്കേഴ്സ് എന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്തതും വിവരങ്ങൾ അന്വേഷിച്ചതും ഇടപ്പള്ളിയിൽ പോയതിൻ്റെ ഗൂഗിൾ റൂട്ട് മാപ്പും പെൺകുട്ടിക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നു. ഇതോടെയാണ് ഇരുവരും തമ്മിൽ തർക്കമായതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. പിറ്റേ ദിവസം റമീസ് അനാശാസ്യത്തിന് പോയി എന്ന് റമീസിന്റെ വീട്ടിലെത്തി പെൺകുട്ടി പിതാവിനോട് പറഞ്ഞു. പിതാവ് റമീസിനെ തല്ലി. ദേഷ്യത്തോടെ വീട് വിട്ടിറങ്ങിപ്പോയ റമീസ് പിന്നീട് പെൺകുട്ടിയുമായി സംസാരിച്ചിരുന്നില്ല. മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കുമെന്ന് ഫോണിലൂടെ പറഞ്ഞു. വ്യാഴാഴ്ച മുതൽ റമീസിന് ഫോണിലും കിട്ടാതെയായി. എല്ലാ ദിവസവും മണിക്കൂറുകളോളം ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്ന റമീസ് തന്നെ അവഗണിക്കുകയാണെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി കൂട്ടുകാരി വഴി ബന്ധപ്പെട്ടിട്ടും പ്രയോജനമുണ്ടായില്ല. അങ്ങനെയാണ് ആത്മഹത്യക്കുറിപ്പ് എഴുതി ജീവനെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്.